بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. بسم الله الرحمن الرحيم. هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا إنا هديناه السبيل إما شاكرا وإما كفورا إنا أعتدنا للكافرين سلاسل وأغلالا وسعيرا إنا أعتدنا للكافرين سلاسل وأغلالا وسعيرا إن الأبرار يشربون من كأس كان مزاجها كافورا عينا يشرب بها عباد الله يفجرونها تفجيرا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമസ്കാരത്തിനകത്ത് നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദുആകളെയും ദിക്റുകളെയും സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സുജൂദും അതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളും അതായിരുന്നു നമ്മൾ വിശദീകരിച്ചത്. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിന്റെ മുമ്പായി നാം നിർവഹിക്കുന്ന തശഹുദിനെ സംബന്ധിച്ചാണ്. അതല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകാൻ നമ്മൾ പറയാറുള്ളത് അത്തഹിയാത്തിനെ സംബന്ധിച്ചാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് വ്യത്യസ്തങ്ങളായ
രീതിയിൽ തശഹുദുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വ്യത്യസ്ത രീതികളിൽ, വ്യത്യസ്ത രൂപങ്ങളിൽ പ്രവാചകനിൽ നിന്ന് വന്നിട്ടുള്ള പ്രാർത്ഥനകൾ അങ്ങനെ പല ഘട്ടങ്ങളിലായി നമ്മളും പല രീതിയിൽ നിർവഹിക്കുന്നതാണ് അഭികാമ്യം എന്ന് മുമ്പും നമ്മൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പറയുന്ന അവസരത്തിൽ സൂചിപ്പിച്ചിരുന്നത് ബഹുമാന്യരായ ശ്രോതാക്കൾ മനസ്സിലാക്കിയിരിക്കും എന്ന് ഉണർത്തുകയാണ്. വ്യത്യസ്തങ്ങളായ രൂപത്തിൽ വന്ന റിപ്പോർട്ടുകളെ പ്രവാചകനിൽ നിന്ന് കൃത്യമായി തെളിയിക്കപ്പെട്ട പ്രാർത്ഥനയുടെ രൂപങ്ങൾ വ്യത്യസ്ത രൂപങ്ങളിൽ വന്നിട്ടുള്ളത് അങ്ങനെ തന്നെ മാറ്റങ്ങൾ വരുത്താതെ ചൊല്ലുകയാണ് സത്യവിശ്വാസികളായ ആളുകൾ ചെയ്യേണ്ടത്. പ്രവാചകനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട തശഹുദിന്റെ രൂപം അല്ലെങ്കിൽ അത്തഹിയാത്ത് എന്ന ആ പ്രകീർത്തനത്തിന്റെ അല്ലെങ്കിൽ അതിലടങ്ങിയ പ്രാർത്ഥനയുടെ രൂപം ഒന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു രൂപമാണ്. അത് ബുഖാരിയിലും മുസ്ലിമിലും കാണാൻ കഴിയുന്ന വസ്തുതയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്നു, കുന്നാ ഇദാ സല്ലൈനാ ഖൽഫൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുൽനാ അസ്സലാമു അലാ ജിബ്രീൽ വമീകായിൽ അസ്സലാമു അലാ ഫുലാനിൻ വഫുലാനിൻ فالتفت إلينا رسول الله صلى الله عليه وسلم فقال إن الله تعالى هو السلام فإذا صلى أحدكم فليقل التحيات لله والصلوات والطيبات السلام عليك أيها النبي ورحمة الله وبركاته السلام علينا وعلى عباد الله الصالحين فإنكم إذا قلتموها أصابت كل عبد صالح في السماء والأرض أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. തശഹുദിന്റെ ഒരു രൂപം ഈ ഹദീസിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ പറയുന്ന ഈ വിഷയത്തിലേക്ക് ചർച്ച ചെയ്യുന്നതിന്റെ മുമ്പ് മറ്റൊരു റിപ്പോർട്ടിൽ വന്ന രൂപവും കൂടി നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂല് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുന തശഹുദ കമാ യുഅല്ലിമുന സൂറത മിനൽ ഖുർആൻ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരു അധ്യായം ഞങ്ങളെ പഠിപ്പിക്കും പ്രകാരം തശഹുദ് ഞങ്ങളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. ഫകാന യഖൂലു, അവിടുന്ന് ഇങ്ങനെ പറയുന്നു, അത്തഹിയാത്തുൽ മുബാറകാത്തുത് തയ്യിബാതു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത് സഹീഹ് മുസ്ലിമിൽ വന്ന മറ്റൊരു രൂപമാണ്. ഈ രണ്ട് രൂപങ്ങളാണ് ഏറെ പ്രസിദ്ധമായി നിൽക്കുന്നത്. ഈ കൂട്ടത്തിൽ അത്തഹിയാത്തുൽ മുബാറകാത്തു കഴിഞ്ഞതിന് ശേഷം അസ്സലവാത്തു എന്നുകൂടി വേറെ ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇതിൽ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാതു ലില്ലാഹ് എന്ന രൂപവും പല ആളുകളും പറഞ്ഞു കാണുന്നത്. അങ്ങനെയായിരിക്കാം. ഏതായിരുന്നാലും ഇതിൽ വന്ന അതേ രൂപത്തിൽ തന്നെ ചൊല്ലുന്നതാണ് ഏറ്റവും കൂടുതൽ ഉത്തമം. ഇതിൽ ഏറ്റവും പ്രധാനമായത് മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി തന്നെ വിശദീകരിക്കുന്നു. ആദ്യം പറഞ്ഞ രൂപമാണ്, അഥവാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ആ രൂപമാണ് ഈ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകളിൽ ഏറെ മികച്ചു നിൽക്കുന്നത്. എന്നാൽ മറ്റുള്ളതൊന്നും തെറ്റല്ല. എല്ലാ രൂപങ്ങളിലും പ്രവാചകനിൽ നിന്ന് വന്നിട്ടുള്ള ഏത് രൂപത്തിലും നമുക്ക് തശഹുദ് ചൊല്ലാം. അത് ചൊല്ലുന്നതിന് വിരോധമില്ല. അതേ അവസരത്തിൽ തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ പറഞ്ഞു കാണാം. അദ്ദേഹം പറയാണ്, ഹദീസ് ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്, അഥവാ ഞാൻ ആദ്യം നിങ്ങളെ കേൾപ്പിച്ച രൂപം, അതിൽ തുടങ്ങുന്നത് അത്തഹിയാത്തു ലില്ലാഹി, അത്തഹിയാത്തു ലില്ലാഹി, പിന്നെ വസ്സലവാത്തു വത്തയ്യിബാത്തു, പിന്നീട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ
അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നതിന്റെ ബദലായി വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. അതിനെ സംബന്ധിച്ച് ഇമാം തുർമുദി ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഇബ്നു മസ്ഊദിൽ നിന്ന് വന്നിട്ടുള്ള ഈ ഹദീസ് അത് വേറെയും ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. വഹുവ അസഹ്ഹു ഹദീസിൻ റുവിയ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി തശഹുദി. തശഹുദിൽ നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടവയിൽ ഏറെ മികച്ചു നിൽക്കുന്ന ഏറ്റവും സഹീഹായ രീതി ഇതാകുന്നു. അതുകൊണ്ട് തന്നെ വൽ അമലു അലൈഹി ഇൻദ അക്സരി അഹ്ലിൽ ഇൽമി, പണ്ഡിതന്മാർ ബഹുഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരും മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിയുടെ സഹാബിമാരിൽ നിന്നും വമൻ ബഅദഹും മിനത് താബിഈൻ, ശേഷം വന്ന താബിഈങ്ങളിൽ നിന്നും പ്രമുഖരും എല്ലാ നിലക്കും ഒരുപാട് ഇൽമുള്ള പണ്ഡിതന്മാരെല്ലാം കൂടുതൽ അവരുടെ പ്രവൃത്തിപദത്തിൽ കൊണ്ടുവന്ന രൂപം ഈ രൂപമാകുന്നു. ഏത്? അത്തഹിയ്യാതു ലില്ലാഹ് അൽ മുബാറകാതു അത്തയ്യിബാത്ത്. അപ്പൊ ആ രൂപം അങ്ങനെ തുടങ്ങുന്ന രൂപം അത്തഹിയ്യാതു ലില്ലാഹ് വസ്സലവാതു അത്തയ്യിബാതു എന്ന് പറയുന്ന രൂപം. അതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്നിട്ടുള്ള രൂപം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ വന്ന രൂപമാണ് അത്തഹിയ്യാത്തുൽ മുബാറകാതു അത്തയ്യിബാതു ലില്ലാഹ് എന്ന് പറയുന്ന രീതി. അപ്പോ ഈ രണ്ട് രീതിയിൽ ഏത് സ്വീകരിച്ചാലും തെറ്റല്ല. ഉള്ളതിൽ ഏറ്റവും ഹൈർ ഏത് എന്നത് മാത്രമാണ് ഇവിടെ ചർച്ച. ഒന്നും തെറ്റല്ല, ഏത് രീതിയും നമുക്ക് തശഹുദിന്റെ പ്രാർത്ഥനയായി പറയാം, സ്വീകരിക്കാം. തെറ്റോ ബിദ്അത്തോ അല്ല. പ്രവാചകനിൽ നിന്ന് റിപ്പോർട്ട് വന്നിട്ടുള്ള ഏതു പ്രാർത്ഥനകളും ഏത് രീതിയും അത്തഹിയ്യാത്തിനിരിക്കുമ്പോൾ നമുക്ക് ആ തശഹുദിൽ ചൊല്ലാവുന്നതാണ്. അതിൽ പക്ഷേ ഏതെങ്കിലും ഒരു റിപ്പോർട്ടിൽ ഏത് റിപ്പോർട്ട് അനുസരിച്ചാണ് നമ്മൾ ചൊല്ലുന്നതെങ്കിൽ അതിൽ വന്നിട്ടുള്ള രൂപങ്ങൾ തന്നെയായിരിക്കണം അവസാനവും നമ്മൾ കണിശമായി സ്വീകരിക്കേണ്ടത്. ഉദാഹരണത്തിന് ഈ പറഞ്ഞ അത്തഹിയ്യാത്തു ലില്ലാഹി വസ്സലവാത്തു വത്തയ്യിബാത്തു എന്ന് തുടങ്ങുന്ന ഏറെ ശ്രേഷ്ഠകരമായ അല്ലെങ്കിൽ ഏറ്റവും സ്വീകാര്യമായ രൂപം എന്ന് പറഞ്ഞ ഇതിൽ അവസാനത്തിൽ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്നാണ്. അബ്ദുഹു വ റസൂലുഹു എന്നാണ് അവിടെ. മറ്റേ റിപ്പോർട്ടിലാണ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന്. അപ്പൊ എന്താണ് ഇപ്പൊ രണ്ടും ഒന്നെന്നല്ലേ? അവിടെ ഇപ്പൊ അത്തഹിയ്യാത്തുൽ ഇല്ലാഹി തുടങ്ങി, ഇവിടെ ഇപ്പൊ അബ്ദുഹു വ റസൂലുഹു എന്ന് പറഞ്ഞാലും അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാലും ഒക്കെ സംഗതി ഒന്നെന്നല്ലേ? ആണ്. പക്ഷേ പ്രവാചകനിൽ നിന്ന് വന്നിട്ടുള്ള പദങ്ങൾ, ആ പദങ്ങൾക്കൊരു ബറക്കത്തുണ്ട്, ആ പദങ്ങൾക്കൊരു പ്രത്യേക ആദരവുണ്ട്, ബഹുമാനമുണ്ട്. ആ പദങ്ങളിൽ മാറ്റം വരുത്താതെ അങ്ങനെ തന്നെ ചൊല്ലുന്നതാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠകരമായ രീതി. പിന്നെ വ്യത്യസ്ത രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വ്യത്യസ്ത രൂപങ്ങൾ പഠിക്കുകയാണ്. എന്നിട്ട് പല ഘട്ടങ്ങളിലായി ഈ എല്ലാ റിപ്പോർട്ടുകളിൽ വന്ന രൂപത്തിലും ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ മാർഗത്തോട് 100% ഇത്തിബാഴ് ചെയ്യാൻ, അവിടുത്തെ പിൻപറ്റാൻ ശ്രമം നടത്തുക. അതാണ് ഈ വിഷയത്തിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി. ഇനി എന്താണ് ഈ തശഹുദിലൂടെ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഈ പറയുന്നത്? അത്തഹിയ്യാത്തിന് വേണ്ടി ഇരുന്നാൽ എന്താണ് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ പറയുന്ന ഏകാഗ്രമായ വളരെ മനസ്സോടുകൂടി മനസ്സിൽ തട്ടിക്കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്നത് എന്താണ്? ആ ആശയം നമ്മൾ പഠിച്ചു വെക്കണം. നല്ലൊരു വിഭാഗം ആളുകൾ, മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ എന്താണ് തശഹുദിലൂടെ ചൊല്ലുന്നത് എന്നവർ അറിയുന്നില്ല. തശഹുദിന്റെ കാര്യം മാത്രമല്ല, നമസ്കാരത്തിലെ ഏതാണ്ട് ഒട്ടുമുക്കാല് ദിക്റുകളുടെയും തസ്ബീഹുകളുടെയും പ്രാർത്ഥനകളുടെയും ഒന്നും അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ടല്ല ബഹുഭൂരിപക്ഷം ആളുകളും അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളീയ മുസ്ലിമീങ്ങൾ അല്ലാത്തവരുമൊക്കെ. എന്നാൽ നമ്മൾ ഇതിന്റെ ആശയം ശരിക്ക് പഠിക്കുമ്പോൾ അതിലൂടെ നമ്മൾ മനസ്സിൽ തട്ടിക്കൊണ്ട് പടച്ചതമ്പുരാനോട് നമുക്കത് പറയാൻ സാധിക്കും. കാരണം നമ്മുടെ നമസ്കാരത്തിലെ അഭിസംബോധന നമ്മൾ അള്ളാഹുവിനോടാണ്, പടച്ചതമ്പുരാനോടുള്ള മുനാജാത്താണ്, കൂടിക്കാഴ്ച, അള്ളാഹുമായിട്ടുള്ള സംഭാഷണമാണ്. അതുകൊണ്ട് തന്നെ നിസ്കാരം പിരിയാൻ പോകണം. നിസ്കാരം പിരിയുന്നതിന്റെ മുമ്പ് അവസാന സമയത്തുള്ള ദുആക്ക് പ്രത്യേകം ഇജാബത്തുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിലൂടെ നമുക്ക് പഠിക്കാം, മനസ്സിലാക്കുവാനും സാധിക്കും. എന്താണ് ഇവിടെ അത്തഹിയ്യാത്തിന് ഇരിക്കുമ്പോൾ നമ്മൾ പറയുന്നത്? അത്തഹിയ്യാതു ലില്ലാഹ്. ഞാൻ ആ രൂപമാണ് ആദ്യം അർത്ഥം വിശദീകരിക്കുന്നത്. അത്തഹിയ്യാതു ലില്ലാഹ്.
തഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ അഭിവാദ്യം, കാഴ്ച എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. നമ്മളൊരാളുടെ മുമ്പിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാഴ്ച സമർപ്പിക്കുക. അപ്പൊ നമ്മള് പള്ളിയിൽ കയറിയാൽ നമ്മൾ തഹിയ്യത്ത് നമസ്കരിക്കുന്നുണ്ട്. അതൊരു അഭിവാദ്യമാണ്. പടച്ചതമ്പുരാൻ ഒരു കാഴ്ച സമർപ്പിക്കൽ. എത്തിയേക്കൻ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടകരമായി 2 സുജൂദ്, പിന്നെ ആ നിലക്ക് 4 സുജൂദ് 2 റക്അത്ത് നമസ്കാരത്തിലൂടെ, പിന്നെ തഹിയ്യത്ത് നമസ്കാരം എന്നാണ് നമ്മളത് മനസ്സിലാക്കാറുള്ളത്. അപ്പൊ തഹിയ്യത്ത്, അത്തഹിയ്യാത്തു എല്ലാ അഭിവാദ്യങ്ങളും, അതല്ലെങ്കിൽ എല്ലാ തഅ്ലീമുകളും. ഇവിടെ തഹിയ്യത്ത് ഒരാൾക്ക് സമർപ്പിക്കുന്ന ഒരാളെ ബഹുമാനിച്ചിട്ടാണ്. അപ്പൊ ബഹുമാനത്തിന്റെ അങ്ങേയറ്റം, അതിന്റെ ഏറ്റവും മികച്ച രൂപം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാകുന്നു. നമ്മുടെ അഭിവാദ്യത്തിന്റെ രീതിയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം നാം നിർവഹിക്കുന്ന റുക്കൂൾ. ഒരു സൃഷ്ടിയുടെ മുമ്പിലും തലകുനിക്കാനോ മുതുക് വളച്ചു നിൽക്കാനോ കുനിഞ്ഞു നിൽക്കാനോ പാടില്ല. സുജൂദും ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ അങ്ങേയറ്റത്തെ വിനയവും അങ്ങേയറ്റത്തെ നമ്മുടെ ബഹുമാനവും ഭയഭക്തിയും, അങ്ങനെ ഏതാണ്ട് ബഹുമാനത്തിന്റെയും ആദരവിന്റെയും ഏതൊക്കെ രൂപങ്ങളുണ്ടോ അതാണ് അത്തഹിയ്യാത്തു എന്ന് പറയുന്നത്. ബഹുമാനത്തിന്റെയും വിനയത്തിന്റെയും ഭയഭക്തിയുടെയും ഏതെല്ലാം രൂപങ്ങളുണ്ടോ ആ രൂപങ്ങളിലെല്ലാമുള്ള സർവ്വ തഹിയ്യത്തുകളും, എല്ലാ ബഹുമാനിക്കലുകളും, എല്ലാ രൂപത്തിലുള്ള ബഹുമാനത്തിനും അർഹൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാകുന്നു. അതാണ് അത്തഹിയ്യാത്തു ലില്ലാഹ്. ഞാൻ എൻ്റെ നാഥന്റെ മുമ്പിലേ റുക്കൂഅ് ചെയ്യൂ, എൻ്റെ നാഥന്റെ മുമ്പിലേ ഞാൻ സുജൂദ് ചെയ്യൂ, എൻ്റെ നാഥന്റെ മുമ്പിലേ ഞാൻ അങ്ങേയറ്റത്തെ വിനയം പ്രകടിപ്പിക്കൂ, എൻ്റെ നാഥനെ മാത്രമേ ഞാൻ കാണുന്നില്ലെങ്കിലും ഭയപ്പെടുകയുള്ളൂ, എൻ്റെ നാഥന്റെ കൽപ്പനകളെ അനുസരിക്കുന്നതിൽ ഞാൻ അവന് ഭയപ്പെടുന്നു, അവന്റെ ഏറ്റവും കൂടുതൽ വലിയ പ്രതിഫലത്തെ ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയൊക്കെ പടച്ചതമ്പുരാനെ തഅ്ലീമു ചെയ്യുന്ന, അള്ളാഹുവിനെ വന്ദിക്കുന്ന വന്ദനത്തിന്റെ, ബഹുമാനത്തിന്റെ എല്ലാ മികച്ച രൂപങ്ങൾക്കും അർഹൻ അള്ളാഹു മാത്രമാകുന്നു. അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അതാണ് തുടക്കത്തിൽ തന്നെ നമ്മൾ പറയുന്നത് അത്തഹിയ്യാത്തു ലില്ലാഹ്. പിന്നെ പറയുന്നത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ട് പ്രകാരം വസ്സലവാത്തു, സ്വലാത്തിന്റെ ജമ്മാണ് സ്വലവാത്ത്. 2 നിലക്കും അവിടെ ഉദ്ദേശിക്കപ്പെടുന്നു. ഒന്ന്, സ്വലാത്തിന് ഭാഷയിൽ ഒരർത്ഥമുണ്ട്, അദ്ദുആഉ എന്നാണ്. സ്വലാത്ത് എന്ന അറബി പദത്തിന് ഭാഷയിലുള്ള അർത്ഥം അദ്ദുആഉ, പ്രാർത്ഥന. അവ എല്ലാ പ്രാർത്ഥനകളും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാകുന്നു. പിന്നെ രണ്ടാമത്തെ അതിന്റെ സാങ്കേതികമായ പ്രയോഗം 5 നേരത്തെ നിർബന്ധ നമസ്കാരം അടക്കം, സുന്നത്തുകളായ നമസ്കാരങ്ങളും അടക്കം ധാരാളക്കണക്കിന് നമസ്കാരങ്ങളുണ്ട്. എല്ലാ നമസ്കാരങ്ങളും അല്ലാഹുവിന് മാത്രമാകുന്നു. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. ഇന്ന സ്വലാത്തി, തീർച്ചയായും എന്റെ നമസ്കാരം അല്ലെങ്കിൽ എന്റെ പ്രാർത്ഥന എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ്. അപ്പൊ ഇതിൽ സ്വലവാത്തു എന്ന് പറയുമ്പോ 5 നേരത്തെ നിസ്കാരങ്ങൾ അടക്കമുള്ള എല്ലാ നിസ്കാരങ്ങളും, സർവ്വ നിസ്കാരങ്ങളും അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഒരു സൃഷ്ടിക്കു വേണ്ടിയും നമസ്കരിക്കുന്നില്ല, ഒരു സൃഷ്ടിയുടെ മുമ്പിലും നമസ്കരിക്കുന്നില്ല. എല്ലാ നമസ്കാരങ്ങളും അള്ളാഹുവിനാണ്. മരിച്ച ആൾക്ക് വേണ്ടി നിസ്കരിക്കുന്നില്ല എന്ന് ചോദിച്ചു വസ്വാസം ഉണ്ടാക്കും ചില ആളുകള്. മയ്യത്ത് നിസ്കാരം മയ്യത്തിന് വേണ്ടി, മയ്യത്തിന്റെ പ്രതിഫലം കിട്ടാനല്ല, മയ്യത്തിൽ നിന്ന് പ്രതിഫലം കിട്ടാനല്ല, മയ്യത്തിനെ ബഹുമാനിച്ച് മയ്യത്തിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് പ്രതീക്ഷിച്ചിട്ടല്ല, മറിച്ച് മയ്യത്തിന് നന്മ കിട്ടാൻ വേണ്ടി അള്ളാഹുവിന് സമർപ്പിക്കുന്ന ഇബാദത്താകുന്നു നമസ്കാരം. അങ്ങനെ അതടക്കമുള്ള എല്ലാ നിർബന്ധവും ഐച്ഛികവുമായ അഥവാ ഫർളും സുന്നത്തുകളുമായ എല്ലാ നമസ്കാരങ്ങളും അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാകുന്നു. അതാണ് വസ്സലവാത്തു. അതിന്റെ ഭാഷാർത്ഥ പ്രകാരം എല്ലാ പ്രാർത്ഥനകളും അള്ളാഹുവിനോട് മാത്രമാകുന്നു, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. വഖാല റബ്ബുകും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് വിളിച്ചു പ്രാർത്ഥിക്കുവീൻ, എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുവീൻ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം.
എല്ലാ ദുആഇനും അവകാശപ്പെട്ട എല്ലാ ദുആയും സമർപ്പിക്കുവാൻ ഈ പ്രപഞ്ചത്തിൽ ഒരൊറ്റ നാഥനെയുള്ളൂ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അപ്പൊ ആ അർത്ഥത്തിലും 5 നേരത്തെ നമസ്കാരങ്ങൾ എന്ന അർത്ഥത്തിലും സുന്നത്തായ നിസ്കാരങ്ങൾ എന്ന അർത്ഥത്തിലും പിന്നെ എല്ലാ നമസ്കാരങ്ങളുടെയും കാതലായ അതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഭാഗമായ പ്രാർത്ഥനകൾ മുഴുവൻ അല്ലാഹുവിന് വിഷയത്തിലും വസ്സലവാത്തു എല്ലാ പ്രാർത്ഥനകളും അല്ലെങ്കിൽ എല്ലാവിധ നമസ്കാരങ്ങളും ആർക്കാകുന്നു? അല്ലാഹുവിനാകുന്നു. ഇതൊക്കെ നമ്മളെ മനസ്സിൽ ഇങ്ങനെ മിന്നി മറയണം. നമ്മൾ ആ തശഹുദ് ചൊല്ലുമ്പോൾ അപ്പോഴാണ് ഇതിൽക്ക് ശ്രദ്ധ കൊടുക്കുമ്പോഴാണ് മനസ്സ് വേറുള്ളടത്തുനിന്ന് ഇങ്ങോട്ട് പോരുക. അങ്ങനെയാണ് നിസ്കാരത്തിൽ ഏകാഗ്രത കിട്ടൽ. നമസ്കാരത്തിൽ ചൊല്ലുന്നതെന്താന്ന് ചിന്തിച്ചു ചൊല്ലുമ്പോൾ വേറൊന്ന് ചിന്തിക്കാൻ മനസ്സിനിടല്ല. അപ്പൊ നമ്മൾ ഇതിലേക്ക് തന്നെ നമ്മുടെ മനസ്സ് തിരിച്ചു വരും. അപ്പൊ നമസ്കാരത്തിലായി നമസ്കാരത്തിൽ ഒരു ഏകാഗ്രമായൊരു മനസ്സ് നമുക്കുണ്ടാകും, ഖുശൂ ഉണ്ടാകും, ഭക്തി ഉണ്ടാകും, ഒരു മനസ്സാന്നിധ്യം കിട്ടും. അതുകൊണ്ടൊക്കെ അതിന്റെ ആശയം ഗ്രഹിക്കുക. അപ്പൊ ആദ്യം പറഞ്ഞത് അത്തഹിയ്യാതു ലില്ലാഹ്, എല്ലാ രൂപത്തിലുള്ള വന്ദനത്തിന്റെയും ബഹുമാനത്തിന്റെയും കാമിലായ പരിപൂർണമായ സർവ്വ വന്ദനങ്ങളും അല്ലാഹുവിന് മാത്രമാകുന്നു. സ്വലവാത്തു എല്ലാ പ്രാർത്ഥനകളും അതല്ലെങ്കിൽ എല്ലാ നമസ്കാരങ്ങളും അല്ലാഹുവിനാകുന്നു. പിന്നെ പറയുന്നത് തയ്യിബത്ത്, നല്ലത്, വിശിഷ്ടമായത്, ഏറ്റവും നല്ലത് ആണ് തയ്യിബ്. ആ തയ്യിബത്തിന്റെ ജമ്മാണ് തയ്യിബാത്ത്. എല്ലാ നല്ലതും അല്ലാഹുവിനുള്ളതാണ് എന്ന് പറഞ്ഞാൽ വാക്കുകളിൽ നല്ലതുണ്ട്, പ്രവർത്തനങ്ങളിൽ നല്ലതുണ്ട്, എല്ലാ രൂപത്തിലും നല്ലതുണ്ട്, ചീത്തയുണ്ട്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദാത്ത് പരിശുദ്ധമാണ്, അവന്റെ അഫ്ആലുകൾ, അവന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ പരിശുദ്ധമാണ്. അതുപോലെ തന്നെ അവന്റെ വിശേഷണങ്ങൾ മുഴുവൻ പരിശുദ്ധമാണ്, അവന്റെ എല്ലാം പരിശുദ്ധമാണ്, അവൻ തന്നെയും പരിശുദ്ധനാണ്. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ. അല്ലാഹു പരിശുദ്ധനാണ്, ശുദ്ധമായതല്ലാതെ അവൻ കബൂലാക്കുന്നതല്ല, സ്വീകരിക്കുന്നതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ എല്ലാ നല്ലതും അല്ലാഹുവിനാകുന്നു. നല്ല വാക്കുകൾ, നല്ല സംസാരങ്ങൾ, നല്ല രൂപത്തിലുള്ള വർത്തമാനങ്ങൾ, നല്ല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, നല്ല വാക്കുകൾ എല്ലാം അല്ലാഹുവിലേക്ക് ഉയർന്നു പോകുന്നു. ഇലൈഹി യസ്അദുൽ കലിമുത് തയ്യിബു വൽ അമലുസ് സാലിഹു യർഫഉഹു. അല്ലാഹുവിലേക്ക് യസ്അദു കയറി പോകുന്നു. അൽ കലിമുത് തയ്യിബു നല്ല വാക്കുകൾ അല്ലാഹുവിലേക്ക് കയറി പോകുന്നു. ഏത് രൂപത്തിലുള്ള നന്മകളും അല്ലാഹുവിലേക്കാണ്. ഇതാണ് എല്ലാ രൂപത്തിൽ ഞാൻ ചെയ്യുന്ന എൻ്റെ എല്ലാ നന്മകളും, എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാം നല്ലതെല്ലാം അല്ലാഹുവിന്, എല്ലാ വിശിഷ്ടമായതും അല്ലാഹുവിനുള്ളതാകുന്നു. ഇതാണ് അത്തയ്യിബാത്തു എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം. പടച്ചതമ്പുരാൻ അവന്റെ സത്തയിൽ ശുദ്ധനാണ്, അവന്റെ വിശേഷണങ്ങളിൽ ശുദ്ധനാണ്, അവന്റെ പ്രവർത്തനങ്ങളിൽ പരിശുദ്ധനാണ്. പരിശുദ്ധതയ്ക്ക് യോജിക്കാത്ത യാതൊന്നും അല്ലാഹുവിനില്ല. എല്ലാ രൂപത്തിലുള്ള കോട്ടങ്ങളിൽ നിന്നും പോരായ്മകളിൽ നിന്നും എന്റെ നാഥൻ പരിശുദ്ധനാണ്. അതുകൂടിയാണ് നമ്മൾ മുമ്പ് പറയുന്ന സുബ്ഹാനല്ലാഹൊക്കെ ഉള്ളത്. അല്ലാഹുവിനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ ഞാൻ വാഴ്ത്തുന്നു, എല്ലാ പോരായ്മകളിൽ നിന്നും എന്റെ നാഥൻ പരിശുദ്ധനാണ് എന്നൊക്കെ നമ്മൾ അതിലൂടെ പറയുന്നത്. അപ്പോ അത്തഹിയ്യാതു ലില്ലാഹ്, വന്ദനത്തിന്റെയും ബഹുമാനത്തിന്റെയും എല്ലാ മികച്ച രൂപങ്ങളും അല്ലാഹുവിന് മാത്രമാകുന്നു. വസ്സലവാത്തു, സർവ്വ പ്രാർത്ഥനകളും സർവ്വ നമസ്കാരങ്ങളും അല്ലാഹുവിന് മാത്രമാകുന്നു. വത്തയ്യിബാത്തു, എല്ലാ നല്ലതും, എല്ലാ നല്ല വാക്കുകളും നല്ല പ്രവർത്തനങ്ങളും നല്ലതെല്ലാം അത് അല്ലാഹുവിനാകുന്നു, അവന് മാത്രം അവകാശപ്പെട്ടതാകുന്നു. ഇതാണ് നാം തുടക്കത്തിൽ പറയുന്ന ആ പ്രധാനപ്പെട്ട വാചകങ്ങളുടെ ആശയം. അപ്പൊ അത്തഹിയ്യാതു ലില്ലാഹ് വസ്സലവാത്തു വത്തയ്യിബാത്തു. പിന്നീട് നമ്മൾ അടുത്ത വാചകമായി പിന്നീട് പറയുന്നത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതാണ് അടുത്ത ഭാഗം. അല്ലാഹുവിന് എല്ലാ ഈ മഹത്തരങ്ങളെല്ലാം നമ്മൾ പടച്ചതമ്പുരാന് മാത്രം അവകാശപ്പെട്ടതാണ് എന്നിങ്ങനെ അല്ലാഹുവിന്റെ മുമ്പിൽ നാം സമർപ്പിച്ചതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മനസ്സിൽ കണ്ടുകൊണ്ട് നേർക്ക് നേരെ മുമ്പിൽ നിന്ന് നിൽക്കുന്ന ഒരാളോട് സംസാരിക്കും പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മനസ്സിൽ കരുതിക്കൊണ്ട് അല്ലാഹുവിനോട് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ, അവിടുത്തെ റഹ്മത്തുണ്ടാകട്ടെ, അല്ലാഹുവിങ്കിൽ നിന്നുള്ള ബറക്കത്തുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ അല്ലാഹു ചൊരിയുമാറാകട്ടെ.
ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. പ്രത്യേകം മനസ്സിലാക്കുക, നബിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, നബിയോടുള്ള പ്രാർത്ഥനയല്ല. എന്താ കാരണം? ചില ആളുകൾ ഇപ്പൊ പറയുന്നു നമസ്കാരം സുന്നികൾക്ക് അവകാശപ്പെട്ടതാണ്, അല്ലെങ്കിൽ സമസ്തക്കാർക്ക് അവകാശപ്പെട്ടതാണ്, മുജാഹിദുകൾക്ക് നിസ്കരിക്കാൻ അവകാശമില്ല. കാരണം റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് സഹായം തേടുന്നുണ്ട് അത്തഹിയാത്തിൽ. അത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഏ നബിയെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ, റഹ്മത്തുണ്ടാകട്ടെ, ബർക്കത്തുണ്ടാകട്ടെ. നബിയോട് വിളിച്ചുള്ള ഇസ്തിഗാസക്ക് തെളിവ് സാധാരണഗതിയിൽ ഇവർ പറയാറുള്ളത് നിസ്കാരത്തിൽ നബിയെ വിളിച്ചിട്ടേ നിസ്കാരം അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. ഇവിടെ വിളിയല്ല പ്രശ്നം. ഇതിലെവിടെയാണ് സാധാരണഗതിയിൽ തെളിവ് പറയുന്നത്? എന്തിനാ നോക്കണം? മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാത്മാക്കളോട് വിളിച്ച് സഹായം ചോദിക്കുന്ന ഇസ്തിഗാസക്ക് പ്രമാണങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോ പറയാണ്, കണ്ടിട്ടില്ലേ നിസ്കാരത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള ഇസ്തിഗാസയുണ്ട്. കളവാണ് പറയുന്നത്. നിസ്കാരത്തിൽ നബിയോട് ഒരു ഇസ്തിഗാസയിൽ. ഇവിടെ എന്താ ഇസ്തിഗാസ? ഇവിടെ നബിയോട് വിളിച്ചൊരു സഹായം തേടുന്നുണ്ടോ? എന്തിനാണ് തെളിവ് പറയുന്നത്? മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് പറയാൻ തെളിവെന്താ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബിയെ വിളിക്കലാണത്, നബിയോട് സഹായം ചോദിക്കലാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹായം ചോദിക്കലല്ല, റസൂലുള്ളാഹിക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യലാണ്. രക്ഷയും സമാധാനവും അനുഗ്രഹങ്ങളും ബറക്കത്തുകളും നബിയെ നിങ്ങൾക്കുണ്ടാകട്ടെ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കാനല്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പ്രാർത്ഥിച്ചതുമല്ല, സഹാബിമാര് നബിയെ വിളിച്ച് സഹായം ചോദിച്ചതുമല്ല. ഇതിപ്പോ അയ്യുഹൻ നബിയു എന്ന് വിളിച്ചിട്ട് നബിയോട് സഹായം ചോദിക്കലാന്നുണ്ടെങ്കിൽ ആദ്യം ഇത് ചുമക്ക് ചൊല്ലി കേൾപ്പിച്ചതെന്നത് റസൂലുള്ള തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നിസ്കരിക്കുമ്പോഴും ഇതേ തശഹുദാണ് റസൂലും ചൊല്ലിയത്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നാ റസൂലും തശഹുദ് ചൊല്ലിയത്. അപ്പോ നബിയെ തന്നെ വിളിച്ചു ദുആ ചെയ്തു. റസൂലിനെ തന്നെ വിളിച്ച് ഇസ്തിഗാസ നടത്തി എന്ന് പറയേണ്ടി വരും. അതല്ല അവിടെ ഉദ്ദേശം. ഇനി അതേപോലെ തന്നെ റസൂലുള്ളാഹിയുടെ പിന്നിൽ മദീനത്തെ പള്ളിയിൽ നിസ്കരിച്ചല്ലോ ആയിരക്കണക്കിന് സ്വഹാബിമാര്. ആ സ്വഹാബിമാർ റസൂലുള്ളാഹിയുടെ തൊട്ട് ബാക്കിൽ നിൽക്കുന്നവരും പള്ളിയുടെ മധ്യഭാഗത്ത് നിൽക്കുന്നവരും ഏറ്റവും പിന്നിൽ നിൽക്കുന്നവരും അടുത്ത് നിന്ന് നിസ്കരിക്കുന്നവരും ദൂരെ നിന്ന് നിസ്കരിക്കുന്നവരും പല സ്ഥലങ്ങളിൽ വെച്ച് നിസ്കരിക്കുന്ന സ്വഹാബിമാരൊക്കെ നിസ്കരിക്കുമ്പോ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞവരാണ്. മദീനത്തെ പള്ളിയിൽ വെച്ച് സ്വഹാബിമാര് ചൊല്ലുന്ന സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കാനോ അല്ലെങ്കിൽ നബി അവർക്ക് തിരിഞ്ഞ് വഅലൈക്കുമുസ്സലാം എന്ന് മറുപടി പറയാനോ അല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടിയുള്ള ഈ പ്രാർത്ഥന ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതകാലത്ത് തന്നെ നബി അത് കേൾക്കുകയോ നബി അതിന് ഉത്തരം ചെയ്യുകയോ ചെയ്യുന്ന ആ നിലക്കുള്ള സലാമല്ല. പിന്നെന്താണ്? ഇത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൻ നബി എന്നാണ് അതിന്റെ ആശയം. അള്ളാഹുവിന്റെ രക്ഷ നബിയുടെ മേലുണ്ടാകട്ടെ, അതാണ് അതിന്റെ ആശയം. എന്താണ് അതാണ് അതിന്റെ ആശയം എന്ന് പറയാൻ നമുക്കെന്താ തെളിവ്? നമ്മൾ സ്വന്തം പറയുന്നതല്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലശേഷം റസൂലുള്ളാഹിയുടെ വഫാത്തിന്റെ ശേഷം ഞങ്ങൾ ഈ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നുള്ള ഭാഗം ഒഴിവാക്കിയിട്ട് അസ്സലാമു അലൻ നബി എന്ന് ഞങ്ങൾ പറയാറുണ്ടായിരുന്നു. അപ്പൊ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നുള്ളതിന്റെ ആശയം എന്താ? അസ്സലാമു അലൻ നബി. അസ്സലാമു അലൻ നബി എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ആശയമാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നുള്ളത് കൊണ്ടും ഉദ്ദേശിക്കപ്പെടുന്നത്. ഇത് ആര് വ്യാഖ്യാനിച്ചു? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം ഞങ്ങൾ പലപ്പോഴും ഇങ്ങനെയാണ് ചൊല്ലാറുണ്ടായിരുന്നത്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുന്നതിന് പകരം അസ്സലാമു അലൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നബിയിൽ നിന്ന് വന്ന പദങ്ങൾ തന്നെ പറയുക എന്ന നിലക്ക് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അസ്സലാമു അലൻ നബി എന്ന ആശയത്തെ മനസ്സിൽ കരുതിക്കൊണ്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന പദം തന്നെയാണ് ശ്രേഷ്ഠകരം എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരാണ്. അപ്പൊ ഏതായിരുന്നാലും സുഹൃത്തുക്കളെ, ഇതിൽ നബിയെ വിളിച്ചുള്ള ഒരു ദുആയില്ല.
റസൂലുള്ളാഹിനെ വിളിച്ചൊരു സഹായത്തേട്ടതിലില്ല. ഇസ്തിഗാസ എന്ന് പറയുന്നത് മഹാത്മാക്കളായ ആളുകളെ വിളിച്ചുകൊണ്ട് രക്ഷ കിട്ടാനോ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനോ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, സഹായത്തേട്ടമാണ്. അതില്ല. ഇതിലിപ്പോ ആകെയുള്ള ഒരു പിടുത്തെന്താ, നബിയേന്ന് വിളിച്ചില്ലേന്നാണ്. ആ നബിയേ എന്നുള്ള വിളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വിളിച്ചുകൊണ്ടുള്ള ഒരു സഹായത്തേട്ടമല്ല. ആ നിലക്ക് സഹാബിമാര് പോലും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതിനാണ് ഞാൻ തെളിവ് പറഞ്ഞിരുന്നത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയുടെ കാലശേഷം ഞങ്ങൾ ഇനി നേരിട്ടൊരാളോട് സംസാരിക്കും പോലെയുള്ള രീതി വേണ്ട എന്ന് വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിന്റെ രക്ഷ നബിയുടെ മേൽ ഉണ്ടാകട്ടെ എന്നതാണല്ലോ. അത് കാരണത്താൽ പിന്നീട് ഞങ്ങൾ അസ്സലാമു അലൻ നബി എന്നാണ് ഞങ്ങൾ ചൊല്ലാറുണ്ടായിരുന്നത് എന്ന് സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് ബുഖാരിയിൽ കാണാം. അതിന്റെ വിശദീകരണത്തിൽ ആ വിഷയം വളരെ കൃത്യമായി പണ്ഡിതന്മാർ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തഹിയാത്ത് ചൊല്ലുന്നത് നബിയെ വിളിച്ച് സഹായം തേടൽ അതിലില്ല. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി മുസ്ലിമീങ്ങൾ അവരുടെ നമസ്കാരത്തിൽ തന്നെ അള്ളാഹുവിനോട് രക്ഷയ്ക്ക് വേണ്ടി തേടുകയാണ്. അള്ളാഹുവിന്റെ റഹ്മത്തുകൾ നബിക്കുണ്ടാകട്ടെ, ബറക്കത്തുകൾ ഉണ്ടാകട്ടെ, എല്ലാ രൂപത്തിലുള്ള വളർച്ചകളും എല്ലാ രൂപത്തിലുള്ള പ്രതിഫലങ്ങളിൽ വരുന്ന വർധനവുകളും റസൂലുള്ളാഹിക്കുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി സമർപ്പിക്കാൻ അല്ലാഹു തആല റസൂലിലൂടെ മാതൃക കാണിച്ചു തന്ന രൂപമാണിത്. അതേ അവസരത്തിൽ ഇന്ന് റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് കാണിക്കാൻ എന്ന പേരിൽ ചില ആളുകളൊക്കെ അൽ ഫാത്തിഹ എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിഹ ഓതുന്നു, അതുപോലെ തന്നെ സൂറത്ത് യാസീൻ ഓതുന്നു, അല്ലെങ്കിൽ ഖുർആൻ ഖത്തം തീർക്കുന്നു. അത് തീർത്തിട്ടവര് ദുആ ചെയ്യുമ്പോ പറയുന്നു, ഞങ്ങൾ ഈ ഓതിയ ഫാത്തിഹയുടെ പ്രതിഫലത്തെ, അല്ലെങ്കിൽ ഈ ഓതിയ യാസീനിന്റെ പ്രതിഫലത്തെ, അല്ലെങ്കിൽ ഈ ഓതിയ ഖത്തമിന്റെ ഈ ഖുർആനിന്റെ പ്രതിഫലത്തെ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റൂഹിലേക്ക് അതിന്റെ പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണേ. അല്ലാഹുമ്മ ഔസിൽ മിസ്ല സവാബി മാ ഖറഅനാഹു, ഞങ്ങൾ ഓതിയ ഈ ഖുർആനിന്റെ പ്രതിഫലം പോലത്തൊരു പ്രതിഫലം മിന്നാ ഞങ്ങളിൽ നിന്ന് ഇലാ റൂഹി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ ആത്മാവിലേക്ക് എത്തിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞ് നബിക്ക് കൂലി കിട്ടാൻ വേണ്ടി ഫാത്തിഹ ഓതുക, നബിയുടെ പേരിൽ യാസീൻ ഓതുക, നബിയുടെ പേരിൽ ഖത്തം ഓതുക, ഇങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് റസൂലുള്ളാഹിനോട് മഹബത്തുള്ളത് കൊണ്ട് ഞങ്ങൾ നബിയുടെ പേരിൽ ഫാത്തിഹ ഓതുന്നു, നബിയുടെ പേരിൽ യാസീൻ ഓതുന്നു, റസൂലുള്ളാഹിക്ക് വേണ്ടി ഖത്തം കയർക്കുന്നു എന്നൊക്കെ അവകാശപ്പെടാറുണ്ട്. സുഹൃത്തുക്കളെ, അതിന് നമുക്ക് മാതൃകയില്ല. അതിന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഈ ആളുകളോട് നമ്മൾ ചോദിക്കുക, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ പ്രഗൽഭരായ സഹാബിമാർ, ഈ സഹാബിമാർക്കാണോ റസൂലുള്ളാഹിനോട് മഹബത്തുള്ളത്, അതോ നിങ്ങൾക്കാണോ? ആർക്കാ റസൂലുള്ളാഹിനോട് കൂടുതൽ മഹബത്തുള്ളത്? ഞങ്ങൾക്കാണ്, ഒരേക്കാണ് മഹബത്തുള്ളതെന്ന് പറഞ്ഞാൽ പോയി ഇസ്ലാം എന്ന ഔട്ടായി. പിന്നെ അവന്റെ കാര്യം പിന്നൊന്നും പറയല്ല. അതേ അവസരത്തിൽ നമുക്കറിയാമല്ലോ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉമർ ഖത്താബിനെ പോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അലി റളിയല്ലാഹു അൻഹുവിനെ പോലെ സഹാബിമാരെ പോലെ റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയില്ല. അത്രത്തോളം അവർ നബിയോട് സ്നേഹം കാണിച്ചവരാണ്. എങ്കിൽ അത്രയും സ്നേഹം കാണിച്ച മഹാന്മാരായ സ്വഹാബിമാരൊന്നും തന്നെ നബിക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതിയിട്ടതിന്റെ പ്രതിഫലം ഹദിയ ചെയ്തിട്ടില്ല. നബിക്ക് വേണ്ടി ഒരു യാസീൻ ഓതിയിട്ടതിന്റെ പ്രതിഫലം ഹദിയ ചെയ്തിട്ടില്ല. നബിയുടെ പേരിൽ ഒരു ഖത്തം ഓതിയിട്ട് അല്ലെങ്കിൽ ഖുർആൻ ഓതിയിട്ടതിന്റെ പ്രതിഫലം റസൂലുള്ളാഹിക്ക് എത്തിച്ചു കൊടുക്കണേ എന്നവർ ദുആ ചെയ്ത് കാണുന്നില്ല. വലൗ കാന ഖൈറൻ ലസബഖൂനാ ഇലൈഹി, അത് ഖൈറായിരുന്നുവെങ്കിൽ സഹാബിമാര് നമുക്കത് കാണിച്ചു തരും. അപ്പൊ അവർക്കൊന്നും ഇല്ലാത്തൊരു സ്നേഹം നമുക്കുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഫാത്തിഹ ഓതിയിട്ട് അൽ ഫാത്തിഹ എന്ന് വിളിച്ചിട്ട് ഈ നബിക്ക് എല്ലാ ആളുകൾക്കും വേണ്ടി ഇങ്ങനെ ഹദിയ അയക്കുന്ന സമ്പ്രദായം അത് പ്രവാചകന്റെ ചര്യയിലില്ലാത്തതാണ്. അതേ അവസരത്തിൽ സുഹൃത്തുക്കളെ, നമ്മുടെ ഒരു ഹദിയയുടെയും നമ്മുടെ ഒരു പ്രതിഫലവും നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഹദിയ ചെയ്യാതെ തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ ബറക്കത്താണ്, ഏറ്റവും വലിയ റഹ്മത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ലോകത്ത് അന്ത്യനാൾ വരെ മുസ്ലിമീങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ അമലുകളുടെയും പ്രതിഫലം റസൂലുള്ളാഹിക്ക് എത്തുന്നു. ഇതിൽ യാതൊരു സംശയവുമില്ല.
നമ്മൾ ഹദിയ ചെയ്യണ്ട, ഹദിയ ചെയ്യണ്ട. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ പോലെ പ്രതിഫലം, നമ്മുടെ നോമ്പിന്റെ പ്രതിഫലം നമുക്കൊട്ടും കുറയാതെ തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെത്തുന്നു. കാരണം ഇസ്ലാം നമുക്ക് ഒരു കാര്യം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആരെങ്കിലും ഒരു നല്ല കാര്യത്തിലേക്ക് ക്ഷണിച്ചാൽ, ആരെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്യാൻ വേണ്ടി ഒരാളെ അതിലേക്ക് ക്ഷണിച്ചാൽ, ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഒരാൾ ആ നല്ല കാര്യം ചെയ്യുന്നുവെങ്കിൽ അയാൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് തുല്യമായ പ്രതിഫലം ഈ ക്ഷണിച്ച എനിക്കുണ്ട്, അയാൾക്കൊട്ടും കുറയാതെ തന്നെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തെ ഇരുട്ടറകളിൽ നിന്ന് മോചിപ്പിച്ച പ്രകാശത്തിന്റെ തീരത്തേക്ക് കൊണ്ടുവരാൻ വേണ്ട രൂപത്തിലുള്ള നിർദ്ദേശങ്ങൾ, ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ഈ രാജ്യത്ത് നിർവഹിച്ചത് അള്ളാഹുവിന്റെ റസൂൽ തന്നെയാണ്. ആ പ്രവാചകൻ കാണിച്ചിരുന്ന വഴിത്താരയിലൂടെയാണ് മുസ്ലിമീങ്ങൾ നീങ്ങുന്നത്. നബി കാണിച്ച വിശ്വാസം, നബി നമുക്ക് പഠിപ്പിച്ചിരുന്ന വിശ്വാസം, റസൂലുള്ള പഠിപ്പിച്ചിരുന്ന കർമ്മങ്ങൾ, അങ്ങനെ ഓരോ കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃകയനുസരിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾ ആണാവട്ടെ പെണ്ണാവട്ടെ ആര് ചെയ്യുന്ന പ്രവർത്തനത്തിന്റെയും, മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെയും ജിന്നുകൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെയും ആ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരിലേക്ക് മാത്രമുള്ള റസൂലായിരുന്നില്ല, ജിന്നുകളിലേക്ക് കൂടി അയക്കപ്പെട്ട വ്യക്തിയായിരുന്നു. അങ്ങനെ മനുഷ്യരും ജിന്നുകളുമാകുന്ന വിശ്വാസികളായ സമൂഹം ഏത് നന്മ ചെയ്യുമ്പോഴും ഏത് സൽക്കർമ്മം ചെയ്യുമ്പോഴും ആ ചെയ്യുന്നവർക്ക് ഒട്ടും നന്മയിൽ കുറവ് വരാതെ തത്തുല്യമായ ഒരു പ്രതിഫലം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അക്കൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു മഹത്വം റസൂലുള്ളാഹിക്ക് അത് ആർക്കാ കിട്ടുക? അതാർക്കാണ് കിട്ടുക? അപ്പൊ അതിങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കണേ എന്നാണ് നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂലിന് അള്ളാഹു ധാരാളം കൊടുക്കും, തൃപ്തിയാകോളം തരാനാ പറഞ്ഞിട്ടുള്ളത്. വലസൗഫ യുതീക റബ്ബുക ഫതർദാ, നബിയെ നിങ്ങൾക്ക് നാം ധാരാളം തരും, വഴിയെ പിന്നീട് ധാരാളം നൽകും നബിയെ, അങ്ങനെ നിങ്ങൾക്ക് തൃപ്തിയാകും. ധാരാളം നൽകുന്നല്ല പറഞ്ഞിട്ടുണ്ട്. ആ നൽകുന്ന കാര്യങ്ങൾ ഇനിയും വർദ്ധിപ്പിച്ചു കൊടുക്കാൻ, വർധനവിന് വേണ്ടിയാണ് നമ്മൾ അള്ളാഹുവിനോട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രതിഫലം എത്തും. അതല്ലാതെ നമ്മൾ നിസ്കരിച്ചിട്ട് ഈ നിസ്കാരത്തിന്റെ കൂലി നബിക്ക് കൊടുക്കണേ, ഒരു ഫാത്തിഹ ഓതിയിട്ട് ഈ ഫാത്തിഹയുടെ പ്രതിഫലം റസൂലുള്ളാഹിന്റെ റൂഹിന് എത്തിക്കണേ എന്ന് പറയുന്ന രീതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിമാർ അത് ഖൈറായിരുന്നുവെങ്കിൽ നബി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും, സഹാബിമാരത് ചെയ്യും, അവരത് ചെയ്തിട്ടില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, നബിയും അങ്ങനെ തന്നെയാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു ന റസൂലും പറഞ്ഞത്. നബിയെ തന്നെ വിളിച്ചു പ്രാർത്ഥിച്ചതല്ല, സഹാബിമാരെ വിളിച്ചു പ്രാർത്ഥിച്ചതല്ല. ബാക്കിൽ നിന്ന് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയുമ്പോൾ നബി അത് കേട്ടിട്ട് സലാം മടക്കലുമില്ല. അപ്പൊ ഇത് മടക്കാനും കൊടുക്കാനുള്ള സാധാരണ സലാം അല്ല. പിന്നെന്താണ്? നബി തിരുമേനിക്ക് പ്രത്യേകം നബിയെ മനസ്സിൽ കരുതിക്കൊണ്ട്, നബിയെ പ്രത്യേകമാക്കിക്കൊണ്ട് റസൂലുള്ളാഹിക്ക് പ്രത്യേകം രക്ഷ നൽകണേ എന്ന് നമ്മുടെ മനസ്സിൽ പ്രത്യേകം നമ്മൾ കരുതിക്കൊണ്ട് പ്രാർത്ഥിക്കലാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, അതുപോലെ തന്നെ വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടിയുള്ള രക്ഷ വേണ്ടിയുള്ള പ്രാർത്ഥന നിർവഹിച്ചു കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ സുഹൃത്തുക്കളെ നമ്മൾ പറയുന്നത് എന്താണ്? നാം പറയുന്നത് അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. അസ്സലാമു അലൈനാ, ഞങ്ങളുടെ മേൽ രക്ഷയുണ്ടാകണമേ, വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീന, സർവസദവൃത്തരായ അടിമകളുടെ മേലും നല്ലവരായ എല്ലാ അടിമകളുടെ മേലും അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. ഇത് നോക്കൂ നിങ്ങൾ, വളരെ വിപുലമായ അർത്ഥമാണ് ഇതിനുള്ളത്. റസൂലുള്ളാഹിക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ ഇനി നമ്മുടെ സ്വന്തം കാര്യം, അതോടൊപ്പം ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളുടെയും കാര്യം. ആരാ അതൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, നമ്മൾ നമുക്ക് വേണ്ടി തന്നെ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി എല്ലാ രൂപത്തിലുള്ള ആഫത്തുകളിൽ നിന്നും, എല്ലാ രൂപത്തിലുള്ള പോരായ്മകളിൽ നിന്നും, എല്ലാവിധത്തിലുള്ള രോഗങ്ങളിൽ നിന്നും, കഷ്ടപ്പാടുകളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, മാറാവ്യാധികളിൽ നിന്നും എല്ലാ നിലക്കുമുള്ള സലാമത്ത്, എല്ലാ നിലക്കുമുള്ള രക്ഷ അല്ലാഹുവേ ഞങ്ങളിൽ നീ ചൊരിയണേ
ഞങ്ങളിൽ മാത്രമല്ല വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളായ സർവ്വ അടിമകളുടെ മേലും എല്ലാവരും ഇത് രക്ഷിക്കണം റബ്ബേ. നമ്മൾ നിസ്കാരത്തിൽ നമുക്ക് വേണ്ടി മാത്രല്ല, നിസ്കരിക്കാത്തവൻ ആരോടൊക്കെ ദ്രോഹം ചെയ്യുന്നു, നമസ്കരിക്കാത്തവൻ ആരോടൊക്കെ ദ്രോഹം ചെയ്യുന്നു. അവൻ നമസ്കരിക്കാത്തത് കാരണത്താൽ അവൻ സ്വന്തത്തോട് ദ്രോഹം ചെയ്തു. മറ്റുള്ള മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കേണ്ടതുണ്ട്, അതും അവൻ ദ്രോഹം ചെയ്തു. അവൻ ആ നിലക്കൊക്കെ അതാ നിസ്കാരം ഒഴിവാക്കുന്നത് വലിയ കുറ്റമായി മാറുന്നത്. ഒരുപാട് കാര്യങ്ങൾ അവൻ വീഴ്ച വരുത്തുകയാണ് നിസ്കാരം വീഴ്ച വരുത്തുന്നതിലൂടെ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാനുണ്ടായ ഒരു സന്ദർഭമാണ് ഞാൻ നിങ്ങൾ ആദ്യം വായിച്ചു കേൾപ്പിച്ച ഹദീസിലുള്ളത്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ആദ്യകാലത്ത് കുന്നാ ഇദാ സല്ലൈനാ ഖൽഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹിയുടെ പിന്നിൽ നിസ്കരിക്കുന്ന അവസരത്തിൽ ഞങ്ങൾ തശഹ്ഹുദിൽ ഇങ്ങനെ പറയാറുണ്ട്, അസ്സലാമു അലാ ജിബ്രീല വ മീകാഈല അസ്സലാമു അലാ ഫുലാനിൻ വ ഫുലാൻ. ഓരോരുത്തർക്ക് വേണ്ടി ഇങ്ങനെ പ്രത്യേകം നബിക്ക് വേണ്ടി സലാം പറഞ്ഞതിന് ശേഷം, റസൂലുള്ളാഹിക്ക് വേണ്ടി രക്ഷ ചോദിച്ചതിന് ശേഷം, പിന്നെ ഓരോരുത്തരെ പേരെടുത്ത് പറഞ്ഞ് ഞങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കലായിരുന്നു. അസ്സലാമു അലാ ജിബ്രീല, ജിബ്രീലിന് രക്ഷയുണ്ടാകട്ടെ. മീകായിലിന് രക്ഷയുണ്ടാകട്ടെ. അതുപോലെ അസ്സലാമു അലാ ഫുലാനിന് ഫുലാൻ, ഇന്ന ആൾക്കൊക്കെ രക്ഷയുണ്ടാകട്ടെ എന്നിങ്ങനെ ഓരോരുത്തരെ പ്രത്യേകം പേരെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി റബ്ബിനോട് ചോദിക്കുന്ന രൂപം ഞങ്ങൾ ചെയ്യുന്നത് കണ്ടപ്പോ ഫൽതഫത ഇലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളിലേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഓരോരുത്തരുടെ പേരിൽ ഇങ്ങനെ അസ്സലാമു അലാ ഇന്നാള് ഇങ്ങനെ വേറെ പറയണ്ട. ഇന്നല്ലാഹ തആല ഹുവസ്സലാം, അല്ലാഹു അവൻ തന്നെ രക്ഷയാണ്. പടച്ചോന്റെ ഒരു പേരും കൂടിയാണ് അസ്സലാം. പടച്ചതമ്പുരാന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അതിവിശിഷ്ടമായ പേരുകളിൽപ്പെട്ട ഒരു പേരാണ് അസ്സലാം. അതുകൊണ്ടാണ് നമ്മൾ പേര് വിളിക്കുന്നത് അബ്ദുസ്സലാം. അപ്പൊ അസ്സലാം അല്ലാഹു തന്നെ രക്ഷയാണ്. അവിടെ നിങ്ങൾ ആ രക്ഷയുടെ കേന്ദ്രം പടച്ചവനാണ്. നിങ്ങളുടെ അതുകൊണ്ട് ഫൈദാ സ്വല്ലാഹുക്കും, നിങ്ങളിൽ ഒരാൾ നിസ്കരിക്കുന്ന അവസരത്തിൽ ഫൽയഖുൽ, അവൻ പറയട്ടെ, തഹിയ്യാതു ലില്ലാഹി വസ്സലവാതു വത്തയ്യിബാതു. നമ്മൾ വിശദീകരിച്ചു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ അങ്ങനെ ഓരോരുത്തർക്ക് പറയണ്ട. അതിന് പകരം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോളൂ, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ തന്നെ ഫഇന്നകും, നിശ്ചയമായും നിങ്ങൾ, ഇദാ ഖുൽതുമുഹാ, നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ തന്നെ, അസാബത് കുല്ല അബ്ദിൻ സ്വാലിഹിൻ ഫിസ്സമാഇ വൽ അർളി, ആകാശഭൂമിയിലുള്ള സർവ്വ സ്വാലിഹീങ്ങളായ അടിമകൾക്കും അത് കിട്ടിപ്പോയി. ആകാശഭൂമികളിൽ ഈ പ്രപഞ്ചത്തിൽ എവിടെയൊക്കെ സ്വാലിഹീങ്ങളായ ആളുകളുണ്ടോ, അത് മനുഷ്യരാകാം, മലായിക്കത്തുകളാകാം, ജിന്നുകളാകാം. ഇങ്ങനെ മനുഷ്യരിൽപ്പെട്ട സ്വാലിഹീങ്ങൾ, മലായിക്കത്തുകൾ പിന്നെ എല്ലാവരും സ്വാലിഹീങ്ങൾ തന്നെ. അവർക്ക് അള്ളാഹുവിന് അനുസരണക്കേട് കാണിക്കുന്ന ഒരു പ്രകൃതമില്ല. മലായിക്കത്തുകളും മനുഷ്യരും പിന്നെ ജിന്നുകളിൽപ്പെട്ട സ്വാലിഹികളും, അതിൽ തന്നെ ഹയാത്തുള്ളവരും മരിച്ചവരും കഴിഞ്ഞുപോയവരും വരാനിരിക്കും എല്ലാ സ്വാലിഹീങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നോക്കൂ എത്ര മഹത്തരമുള്ള ഒരു പ്രാർത്ഥനയാണത്. ഒരാൾക്ക് വേണ്ടി അയാളുടെ അസാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ഒരു സുഹൃത്തുക്കളെ, സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ പ്രതിഫലം കൂടുതലുള്ള സംഗതിയാണ്, ഉത്തരം കിട്ടുന്ന സംഗതിയാണ്. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അയാളുടെ അസാന്നിധ്യത്തിൽ. നമ്മുടെ സ്ഥലത്തില്ലാത്തൊരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ വായിച്ച, പടച്ചോരെ അദ്ദേഹത്തിന് ആരോഗ്യം കൊടുക്കണേ, അദ്ദേഹത്തിന്റെ രോഗം ശിഫയാക്കണേ, അദ്ദേഹത്തെ ആപത്തുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തണേ, അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പരീക്ഷണത്തിൽ നിന്ന് മുക്തി കൊടുക്കണേ, അദ്ദേഹത്തിന്റെ പാപം പൊറുക്കണേ എന്നിങ്ങനെ സ്ഥലത്തില്ലാത്ത അസാന്നിധ്യത്തിലൊരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോഴൊക്കെ, നമുക്ക് വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഇല്ലാത്ത ഒരു പ്രത്യേകത ആ പ്രാർത്ഥനക്കുണ്ട്. അതാ, നമ്മൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോ നമ്മൾ തന്നെ ഉള്ളൂ ആമീൻ പറയാൻ. അതേ അവസരത്തിൽ നിന്റെ കൂടെയില്ലാത്ത ഒരാളുടെ അസാന്നിധ്യത്തിൽ നീ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും ഒരു മലക്കിനെ അല്ലാഹു നിശ്ചയിച്ചു തരുന്നു. ആ മലക്ക് നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്കൊക്കെ ആ മലക്ക് കൂടി ആമീൻ ആമീൻ എന്ന് ചൊല്ലുന്നു എന്ന് മാത്രമല്ല,
ഇതുപോലത്തെ രൂപത്തിലുള്ള പുണ്യങ്ങൾ നീ എന്തിനു വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി ചോദിച്ചുവോ അതേ രൂപത്തിലുള്ള നന്മകളെല്ലാം അള്ളാഹു നിനക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് നമുക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക കൂടി ചെയ്യുന്നു മലായിക്കത്തുകൾ. നമ്മൾ കാണാത്തൊരു ശക്തി മലായിക്കത്തുകൾ നമ്മൾ ഒരാൾക്ക് വേണ്ടി പടച്ചോനെ ഇന്ന വ്യക്തിയുടെ പാപം ഓർക്കണേ എന്ന് പറയുമ്പോ മലക്ക് ആമീൻ നിന്റെ പാപം അള്ളാഹു പുറത്തു തരട്ടെ സ്പെഷ്യലായി നമുക്ക് വേണ്ടി അവിടുന്ന് ഒരു പ്രാർത്ഥന. അപ്പൊ നോക്കൂ നിങ്ങൾ, നമ്മുടെ നമസ്കാരത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ലോകത്തുള്ള എല്ലാ സ്വാലിഹീങ്ങൾക്കും വേണ്ടി, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ സർവ്വ സ്വാലിഹീങ്ങൾക്കും വേണ്ടി നമ്മൾ നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് മനസ്സറിഞ്ഞുകൊണ്ട് പറയാറുണ്ടോ? നമ്മളങ്ങനെ ചിന്തിച്ചോ? നമ്മളെല്ലാവർക്കും വേണ്ടിയല്ലേ പ്രാർത്ഥിക്കുന്നത്? അപ്പൊ ആ നമസ്കാരത്തിൽ സുഹൃത്തുക്കളെ, ഞാൻ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്, നിങ്ങൾ നിസ്കരിക്കുമ്പോ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് നാം യോഗ്യരാണോ എന്ന് കൂടി ചിന്തിക്കണം. നിസ്കരിക്കുമ്പോ നമ്മൾ പറയുന്നുണ്ട് എന്താ? പടച്ചോനെ ഞങ്ങൾക്ക് രക്ഷയുണ്ടാകണേ. പിന്നെ വഅലാ ഇബാദില്ലാ, അല്ലാഹുവിന്റെ എല്ലാ അടിമകൾക്കും നീ രക്ഷ കൊടുക്കണേ എന്നല്ല പറയുന്നത്. വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ അടിമകൾക്ക് നീ രക്ഷ നൽകണേ. ആ പ്രാർത്ഥന നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോ ആ പ്രാർത്ഥനക്ക് നമ്മൾ യോഗ്യരാകണമെങ്കിൽ സുഹൃത്തുക്കളെ, റസൂലുള്ള പറഞ്ഞ അസ്സാലിഹീന എന്ന കാറ്റഗറിയിൽ നമ്മൾ പെടണം. ആ ഗ്രൂപ്പിൽ നമ്മൾ പെടണം. സാലിഹീങ്ങൾക്കും എന്നാ പറയണത്. അപ്പൊ സാലിഹീങ്ങളാണോ നമ്മള്? രഹസ്യ പരസ്യ ജീവിതത്തിൽ പടച്ചതമ്പുരാനെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കുന്ന ആളുകളാണ് സ്വാലിഹികൾ. അങ്ങനെ സദ്വൃത്തരാണോ നമ്മൾ? നമുക്ക് വേണ്ടി ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്നു, ശരിയാണ്. പക്ഷേ ആ പ്രാർത്ഥിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് അവർ പ്രാർത്ഥിക്കുന്നത്? സാലിഹീങ്ങൾക്കല്ലേ പ്രാർത്ഥന എത്തുകയുള്ളൂ, സാലിഹീങ്ങൾക്കല്ലേ അതുകൊണ്ട് കാര്യം കിട്ടുകയുള്ളൂ. സാലിഹീങ്ങൾക്കൊക്കെ പടച്ചവനെ നീ രക്ഷ നൽകണേന്ന് ലോകത്ത് സാധാരണക്കാരും അല്ലാത്തവരുമായ അല്ലാഹുവിനോട് അടുപ്പവും മഹബത്തും ഒക്കെ കിട്ടിയിട്ടുള്ള നല്ലവരായ കോടാനുകോടി മനുഷ്യന്മാര് അവരുടെ 5 നേരത്തെ നിസ്കാരങ്ങളിലൂടെ, അതുപോലെ സുന്നത്ത് നമസ്കാരങ്ങളിലൂടെ രാപ്പകൽ വ്യത്യാസമില്ലാതെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്കിൽ, നമുക്ക് രക്ഷ കിട്ടാതെ പോകുന്നു എങ്കിൽ നമ്മൾ സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടിട്ടില്ലെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ലോകത്തുള്ള മുഴുവൻ ആളുകളും ദുആ ചെയ്യുന്നുണ്ട്, അവരുടെ ഒക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ ഞാൻ പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ ആരാകണം? ഞാൻ സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പെടണം. അപ്പൊ നമസ്കാരം നമ്മെ പഠിപ്പിക്കണത്, ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളും നിസ്കരിക്കുമ്പോ നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. ആ ദുആയിൽ നിനക്ക് വേണ്ടി ആ പ്രാർത്ഥന ആയിത്തീരണമെങ്കിൽ നീ സ്വാലിഹാകണം. അപ്പൊ സ്വാലിഹായേ പറ്റൂ. അപ്പൊ നിസ്കാരം മനുഷ്യനെ തടയും. ഞാനിനി തെറ്റ് ചെയ്തുകൂടാ, ഞാനിനി ഹറാം ചെയ്തുകൂടാ, ഞാനിനി ഫസാദ് ഉണ്ടാക്കിക്കൂടാ, ഞാനിനി വിശ്വാസം നന്നാക്കാതെ നിർവാഹമില്ല, ഞാൻ എൻ്റെ കർമ്മം നന്നാക്കാതെ നിർവാഹമില്ല, ഞാൻ എൻ്റെ സ്വഭാവങ്ങളും നടപടിക്രമങ്ങളും നന്നാക്കാതെ നിർവാഹമില്ല. അങ്ങനെയാണ് ചിന്തിക്കുമ്പോൾ നിസ്കാരം മനുഷ്യനെ, ഓരോ നിസ്കാരത്തിലൂടെയും മനുഷ്യന് കിട്ടും എന്ത് പാഠം? ഞാൻ നന്നാവണം, ഞാൻ നന്നാവണം, ഞാൻ തെറ്റ് ചെയ്തുകൂടാ. അതന്നെ അല്ലാഹുവും പറഞ്ഞത്, ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തീർച്ചയായും നമസ്കാരം എല്ലാ ഫാഹിഷത്തുകളിൽ നിന്നും, എല്ലാ ദുർനടപടികളിൽ നിന്നും, എല്ലാ വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും മനുഷ്യനെ തടയുന്നു. അപ്പൊ നമസ്കാരം നമ്മെ അതിന് പര്യാപ്തമാക്കി തീർക്കുന്നു. അപ്പൊ ഇത് മനസ്സറിഞ്ഞുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പൊ നമസ്കാരത്തിൽ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾ വേണ്ടി പ്രാർത്ഥിച്ചു. ആദ്യം തന്നെ അവസാനത്തിൽ നമ്മൾ പടച്ചതമ്പുരാനെ പുകഴ്ത്തി റസൂലുള്ളാഹിക്ക് രക്ഷക്കും റഹ്മത്തും ബറക്കത്തും നൽകാൻ വേണ്ടി അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു, ദുആ ചെയ്തു. പിന്നെ സ്വന്തം കാര്യത്തിന് വേണ്ടി, പിന്നെ ലോകത്തുള്ള എല്ലാ സാലിഹീങ്ങളായ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ എല്ലാ ആൾക്കാർക്കും രക്ഷ കൊടുക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. പക്ഷേ പലപ്പോഴും നമ്മളത് അറിഞ്ഞില്ല, നമ്മളറിയുന്നില്ല. നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ആ അത്തഹിയ്യാത്തിനാണ്ട് ഇരുന്നാൽ തന്നെ നമുക്ക് വരും, അത്തഹിയ്യാത്തു എന്ന് പറഞ്ഞിട്ട് വരും. പിന്നെ അതാണ് ചൊല്ലി തീർക്കലാണ്. എന്തേ പറഞ്ഞു? അതൊക്കെ അറിഞ്ഞൂടാ. അങ്ങനെ ആയാൽ പോരെ സുഹൃത്തുക്കളെ. നമ്മൾ അതിന്റെ അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ട് തന്നെ ചൊല്ലുമ്പോൾ എന്തൊരു സമാധാനം ഉണ്ടാവും. സമാധാനത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടി ദാഹിക്കുകയാണ് മനുഷ്യന്മാർ. ശാന്തിക്ക് വേണ്ടി, സുരക്ഷിതത്വത്തിന് വേണ്ടി, ആപത്തുകളിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി ദാഹിക്കുന്ന ലോക സമൂഹത്തിന് വേണ്ടി ഓരോ മുസ്ലിമും അവന്റെ നമസ്കാരത്തിൽ അവന്റെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയല്ല, എല്ലാ മുസ്ലിമീങ്ങൾക്കും സാലിഹീങ്ങൾക്കും രക്ഷ വേണമെന്ന് അല്ലാഹുവോട് ചോദിക്കാതെ ഒരു നിസ്കാരത്തിൽ നിന്നും സലാം വീട്ടി പിരിയുന്നില്ല. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് പറയണം, അസ്സലാമു അലൈനാ
ഞങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ, സാലിഹീങ്ങളായ അല്ലാഹുവിന്റെ സാലിഹീങ്ങളായ എല്ലാ അടിമകളുടെ മേലും പടച്ചതമ്പുരാന്റെ രക്ഷയുണ്ടാകട്ടെ. ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മള് അവിടെ ഉള്ളവരും ഇല്ലാത്തവരുമായ, മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ ഒരുപാട് സ്വാലിഹീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെയും അത് പറയാം, ആമീൻ പറയാൻ മലക്കുണ്ടാകും. അങ്ങനെ നിനക്കും രക്ഷയുണ്ടാവട്ടെ എന്ന് പറയാൻ മലക്കുകളുണ്ട്. വലിയ പുണ്യമുണ്ട് അതിന്. അപ്പോൾ വലിയ ആശയം നമ്മൾ ചൊല്ലുന്ന തശഹുദിലുണ്ട്. പക്ഷേ നമ്മുടെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഏറ്റവും വലിയ ഈ കനകക്കട്ട അല്ലെങ്കിൽ ഈ തങ്കം കൃത്യമായി അതിന്റെ വാല്യൂ മനസ്സിലാക്കാതെ, മൂല്യമറിയാതെ നമ്മളിങ്ങനെ ദിവസേന ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ചടങ്ങെന്ന നിലക്ക്. എന്താ പറയുന്നത് നമുക്ക് തിരിയുന്നില്ല. ആ ഒരവസ്ഥയിൽ നിന്നും മാറണം എന്ന് സാന്ദർഭികമായി സുഹൃത്തുക്കളെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമ്മൾ അവസാനിപ്പിക്കുന്നത്, ആ ആദ്യത്തെ ഭാഗം ഇങ്ങനെ അവസാനിപ്പിക്കുന്നത്, ഉടനെ നമ്മുടെ വിശ്വാസം വളരെ ദൃഢമായി കൃത്യമായി പിന്നെയും അരക്കിട്ടുറപ്പിക്കുന്ന വാചകം, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധനക്ക് അർഹനായ ഇലാഹായി അല്ലാഹുവല്ലാതെ ഒരാളും തന്നെയില്ല. വഅശ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്ന മുഹമ്മദൻ തീർച്ചയായും മുഹമ്മദ് അബ്ദുഹു അല്ലാഹുവിന്റെ അടിമയാണ്, വറസൂലുഹു അവന്റെ റസൂലുമാകുന്നു. അപ്പൊ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും നമ്മുടെ മനസ്സിൽ ആവർത്തിച്ച് നമസ്കാരം കഴിയുന്നതിന്റെ മുമ്പ് തന്നെ അല്ലാഹു നമ്മളെ കൊണ്ട് ആ ഷഹാദത്ത് വീണ്ടും പറയിപ്പിക്കുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ സാക്ഷിയാണ് എന്നാ നമ്മളാ പറയുന്നത്. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ സാക്ഷിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ സാക്ഷിയാണ്. എന്തേ? എന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കോ, ഞാൻ അല്ലാഹുവിനല്ലാതെ ഇബാദത്തുകൾ ചെയ്യുന്നില്ല. ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിക്കുന്നവനാണ്. വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അല്ലെങ്കിൽ വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. ഞാൻ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും എനിക്ക് മാതൃകയെ പഠിപ്പിച്ചു തരാൻ വേണ്ടി അള്ളാഹു മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുത്ത അവന്റെ അടിമയാണ് മുഹമ്മദ്. ഞാനത് അംഗീകരിക്കുന്നു. റസൂൽ അള്ളാഹുവിന്റെ ആബുദാണ്, അടിമയാണ്. അതേ അവസരത്തിൽ ആ ആബുദ് ഞങ്ങൾക്കുള്ള റസൂലുമാണ്. വറസൂലുഹു, ആ അള്ളാഹുവിങ്കൽ നിന്ന് ദീന് പഠിപ്പിക്കാൻ വേണ്ടി അയക്കപ്പെട്ട റസൂലുമാകുന്നു. അപ്പൊ എന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃക എന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാം. ഞാൻ അതിന് സാക്ഷിയാണ്. എന്റെ വിശ്വാസം അങ്ങനെയാണ്, എന്റെ നടപടിക്രമങ്ങൾ അതാണ്, എന്റെ സ്വഭാവം അതാണ്, എന്റെ പെരുമാറ്റം അങ്ങനെയാണ്, എന്റെ പ്രവർത്തനം അതാണ്, ഒക്കെ ആ നിലക്ക്. അപ്പൊ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലഭിച്ചത് ആ നിലക്ക് ഞാൻ കൃത്യമായി നിർവഹിക്കുന്നു. ഞാൻ അതിന് സാക്ഷിയാണ്. ഇതാണ് സുഹൃത്തുക്കളെ നമ്മൾ ഈ പറയുന്നത്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. മറ്റേ റിപ്പോർട്ടിലുള്ളത് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇത് കഴിഞ്ഞതിന്റെ ശേഷം പിന്നീട് നമ്മൾ നിർവഹിക്കുന്ന കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്വലാത്തിന് ചോദിക്കുക എന്നുള്ളത്. നിസ്കാരത്തിൽ നാം അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി, ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവിടെയും സുഹൃത്തുക്കളെ നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലാഹുവിന്റെ റസൂല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നമ്മൾ ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും അല്ലാഹു റസൂലുള്ളാഹിക്ക് ഗുണം ചെയ്യും. നമ്മൾ ഗുണത്തിന് വേണ്ടി ചോദിച്ചിട്ട് വേണോ അള്ളാഹുവിന്റെ റസൂലിന് ഗുണം ചെയ്യാൻ? അല്ല. പിന്നെ എന്തിനാ നമ്മൾ സ്വലാത്ത് ചെല്ലുന്നത്? അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു തആല ധാരാളം ഗുണം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ വർധനവിന് വേണ്ടി ഇനി കൂടുതൽ 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 നബിക്ക് ഗുണം ചെയ്യണേ റബ്ബേ. അതല്ലാതെ നമ്മളൊരു പ്രാർത്ഥന കിട്ടിയിട്ട് വേണപ്പോ അള്ളാഹ് നബിക്ക് ഗുണം ചെയ്തു കൊടുക്കാൻ. അടിസ്ഥാനപരമായി തന്നെ ഗുണം നമ്മളെ പ്രാർത്ഥന കൊണ്ടാണ്, തെറ്റിദ്ധരിക്കരുത്. അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി ആരും ഗുണത്തിന് വേണ്ടി ചോദിച്ചിട്ടില്ലെങ്കിൽ തന്നെ അള്ളാഹു അവന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സർവ്വഗുണങ്ങളും കൊടുത്തിരിക്കുന്നു, നൽകിയിട്ടുണ്ട്. എല്ലാ രൂപത്തിലുള്ള അനുഗ്രഹങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. പരലോകത്ത് വെച്ച് ധാരാളം ധാരാളമായി നൽകും. പിന്നെ നമ്മൾ ഈ ചോദിക്കുന്നത് നമുക്കതിന്റെ കൂലി കിട്ടണം. റസൂലുള്ളാഹിക്ക് വേണ്ടി ഒരിക്കൽ ഗുണത്തിന് വേണ്ടി ചോദിച്ചാൽ തന്നെ നമുക്കതിന് 10 പ്രതിഫലമാണുള്ളത്.
മൻ സല്ലാ അലയ്യ സലാത്തൻ, ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു തവണ ഗുണത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിച്ചാൽ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ, അള്ളാഹു അവൻ അതിന് 10 ഗുണം പ്രദാനം ചെയ്യുന്നതാണ്. അപ്പൊ സ്വലാത്തിന് 1-ന് 10 പ്രതിഫലം, 1-ന് 10 പ്രതിഫലം കിട്ടുന്ന മഹത്വമേറിയ കർമ്മമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. നിശ്ചയമായും അല്ലാഹുവും അതുപോലെ തന്നെ അവന്റെ മലായികത്തുകളും നബിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നു. അല്ല സ്വലാത്ത് ഇല്ലാതെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അല്ല പറയലല്ല, അള്ളാഹു നബിക്ക് ഗുണം ചെയ്തു കൊടുക്കുന്നു. അല്ലെങ്കിൽ നബിയെ കുറിച്ചുള്ള പുകഴ്ത്തലുകൾ ഉന്നതമായ മലഉൽ അലയിൽ ഏറ്റവും വിശുദ്ധമായ മലായികത്തിന്റെ സദസ്സിൽ അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു പ്രശംസിച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ്. അതേപോലെ തന്നെ മലായികത്തുകൾ സ്വലാത്ത് ചൊല്ലുന്നു പറഞ്ഞാൽ അള്ളാഹുവിനോട് നബിക്ക് ഗുണം ചെയ്തു കൊടുക്കാൻ അള്ളാഹുവിനോട് മലായികത്തുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അഥവാ റസൂലുള്ളാഹിക്ക് ഗുണം വർദ്ധിപ്പിച്ചു കൊടുക്കണേ എന്ന് മലാക്കുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ വിശ്വാസികളെ, സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി നിങ്ങൾ ഗുണത്തിന് ചോദിക്കുവീൻ, അവിടുത്തേക്ക് വേണ്ടി സലാമിനെയും ചോദിക്കുവീൻ, സലാമിനെ ചോദിക്കുവീൻ എന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണ് എന്ന അഭിപ്രായമാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാർക്കും ഉള്ളത്. അപ്പൊ നിസ്കാരം കഴിയുന്നതിന്റെ മുമ്പ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, നമ്മൾ സുന്നത്ത് നിസ്കരിച്ച് പിരിയാണെങ്കിലും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, ചുരുങ്ങിയത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ, നബിക്ക് വേണ്ടി സ്വലാത്തിന് ചോദിക്കുന്നതോടൊപ്പം അവിടുത്തെ കുടുംബത്തിന് വേണ്ടി കൂടി സ്വലാത്തിന് ചോദിക്കുന്ന ഏറ്റവും ചുരുങ്ങിയ രൂപം അതാണ്. അപ്പോ ഈ നിലക്ക് അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി നാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി അല്ലാഹുവിനോട് ഗുണത്തിന് വേണ്ടി ചോദിക്കുന്ന അതിന് ഏറ്റവും കൂടുതൽ മഹത്വമുണ്ട്. സ്വലാത്തിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ പ്രോത്സാഹിപ്പിച്ചു. ഹദീസുകളിൽ ധാരാളം മഹത്വങ്ങൾ നമുക്കത് സംബന്ധമായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ പുണ്യം ലഭിക്കുന്ന ഒരു കർമ്മമാണ് സ്വലാത്ത്. അത് നമസ്കാരത്തിന്റെ അകത്ത് മാത്രമല്ല പുറത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേര് കേട്ടിട്ട് പ്രവാചകന് വേണ്ടി സ്വലാത്തിന് ചോദിക്കാത്തവൻ പിശുക്കനാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായി നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോ ആ നിലക്ക് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി സ്വലാത്തിന് ചോദിക്കേണ്ടത്, അതാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്. സ്വലാത്തിന് ചോദിക്കണം എന്ന ആയത്തിറങ്ങിയപ്പോ സഹാബിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ സമീപിച്ചു. അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈലയിൽ നിന്നുള്ള റിപ്പോർട്ട് കാണാം. അദ്ദേഹം പറയാണ്, ലഖിയനി കഅബ് ഇബ്നു ഉജ്റത റളിയല്ലാഹു അൻഹു ഫഖാല അലാ ഉഹ്ദി ലക ഹദിയതൻ സമിഅതുഹാ മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖുൽതു ബലാ ഫഅഹ്ദിഹാ ലി فقال سألنا رسول الله صلى الله عليه وسلم فقلنا يا رسول الله كيف الصلاة عليكم أهل البيت فإن الله قد علمنا كيف نسلم قال قولوا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഒരു രൂപം ഇതാണ്. എന്താണ് ഇവിടെ സംഭവം വിശദീകരിക്കുന്നത്? കഅബ് ഇബ്നു ഉജ്റത്ത് റളിയല്ലാഹു അൻഹു എന്നെ ഒരിക്കൽ കണ്ടുമുട്ടി. ആരാ പറയുന്നത്? അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈല. കഅബ് ഇബ്നു ഉജ്റത്ത് എന്ന സഹാബി എന്നെ ഒരിക്കൽ കണ്ടുമുട്ടി. എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്കൊരു ഹദിയ തരട്ടെയോ, ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരട്ടെയോ? ആ സമ്മാനം സമിഅതുഹാ മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഞാൻ കേട്ടു പഠിച്ചതാണ്. ഇവിടെ നോക്കൂ, സഹാബി നബിയിൽ നിന്ന് കേട്ടൊരു ഹദീസിനെ കുറിച്ച് പറയുന്നത് സമ്മാനം എന്നാ, ഹദിയാനാ പറയുന്നത്.
ഞാൻ നിങ്ങൾക്ക് വലിയൊരു വിലപ്പെട്ട സാധനം തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സംഗതി പറയുന്നത്. ഫഖുൽതു ബലാ, അതെ, ഫഅഹ്ദിഹാ ലീ, എനിക്കത് തരൂ. അപ്പൊ അദ്ദേഹം പറയാണ്, എന്താ സമ്മാനം എന്നാ കേട്ടോ. സഅൽനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കൈഫ സ്വലാത്തു അലൈക്കും. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം കൈഫ നുസല്ലി അലൈക, നബിയെ അങ്ങയുടെ പേരിൽ എങ്ങനെയാണ് സ്വലാത്തിന് ചോദിക്കേണ്ടത്. ആയത്തിറങ്ങിയപ്പോഴേ സ്വല്ലൂന്നുണ്ടല്ലോ, നിങ്ങൾ സ്വലാത്ത് ചെല്ലണം, എങ്ങനെയാണത് എന്ന് ചോദിച്ചു. എങ്ങനെയാണ് ഞങ്ങൾ സലാം പറയേണ്ടത് എന്ന് അല്ലാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നബിയേ? അപ്പൊ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്തത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് വന്ന ഏറ്റവും പ്രധാനമായ സ്വലാത്തുൽ ഇബ്രാഹിമിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വലാത്തിന്റെ രൂപം. വേറെയും ചില രൂപങ്ങൾ അതേ രൂപത്തിൽ തന്നെ പ്രവാചകരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ രൂപങ്ങളും ഈ സ്വലാത്തിലടങ്ങിയ ആശയങ്ങളും അത് സംബന്ധമായ മറ്റു ചില കാര്യങ്ങളും ശേഷം നമ്മൾ നിർവഹിക്കുന്ന തശഹ്ഹുദ് തീരുന്നതിന്റെ മുമ്പേ നിർവഹിക്കുന്ന തഅവ്വുദാത്തുകൾ അഥവാ അല്ലാഹുവിനോട് പല കാര്യങ്ങളിൽ നമ്മൾ അഭയം ചോദിക്കുന്നുണ്ട്, ആ പ്രാർത്ഥനകളുമെല്ലാം ഇൻഷാ അല്ലാഹ് അടുത്ത അവസരത്തിൽ വിശദീകരിക്കാം. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സംസാരിക്കാനും അത് അറിയാനും മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള സൗഭാഗ്യം നമുക്കെല്ലാം നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും അല്ലാഹു നമുക്ക് ആശ്വാസം നൽകുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.